ജീവൻ മുക്തി വിവേകം. ജീവൻ മുക്തി പ്രമാണ പ്രകരണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ജീവൻ മുക്തി സ്വരൂപം. വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ രാമനോട് ജീവൻ മുക്തി സ്വരൂപവും ജീവൻ മുക്ത ലക്ഷണവും വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. ലഘുയോഗവാസിഷ്ഠവും ഉത്പത്തി പ്രകരണം 1-ാം സർഗം 88-ാം ശ്ലോകം മുതൽ 100-ാം ശ്ലോകം വരെ ഈ വിവരണമാണ്. ജ്ഞാനമാത്രനിഷ്ഠന്മാരും ആത്മവിചാരപരന്മാരുമായ ആളുകൾക്ക് അചിരേണ ജീവൻ മുക്തി പദം കൈവരുന്നു. അവർ ദേഹം വെടിയുമ്പോൾ വിദേഹമുക്തിയും ലൗകികവും വൈദികവുമായ എല്ലാ കർമ്മങ്ങളുടെയും ത്യാഗമാണ് ജ്ഞാനൈകനിഷ്ഠ. ജീവൻ മുക്തൻ്റെ ശരീരം സദാ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും ചിത്തം കർമ്മസംഗം വിട്ട് എപ്പോഴും ജ്ഞാനനിഷ്ഠയിൽ ഉറപ്പുറ്റതായിരിക്കും. ദേഹേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുകയും ഇല്ലായിരിക്കുകയും മാത്രമാണ് ജീവൻ മുക്തിക്കും വിദേഹമുക്തിക്കും തമ്മിലുള്ള ഭേദം. ബ്രഹ്മാനുഭവം രണ്ടിടത്തും തുല്യമാണ്. ദ്വൈത വസ്തുബോധത്തിനും രണ്ടിടത്തും പ്രസക്തിയേയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് കാരണം. ജീവൻ മുക്ത ലക്ഷണം. ജീവൻ മുക്ത സ്വരൂപം ചുരുക്കത്തിൽ കേട്ടു കഴിഞ്ഞപ്പോൾ രാമൻ വീണ്ടും വസിഷ്ഠനോട് ചോദിച്ചു, അല്ലയോ മുനെ, ജീവൻ മുക്തൻ്റെയും വിദേഹമുക്തൻ്റെയും ലക്ഷണം കുറെ കൂടി വിസ്തരിച്ച് പറഞ്ഞു തന്നാലും വ്യക്തമായി ധരിച്ചാൽ അത് നേടുവാനായി എനിക്ക് ശാസ്ത്രമാർഗം അവലംബിച്ച് യത്നിക്കാമല്ലോ. ഇതു കേട്ട് വസിഷ്ഠൻ ജീവൻ മുക്ത ലക്ഷണം രാമന് വിശദമായി വർണ്ണിച്ചു കൊടുത്തു. യഥാസ്ഥിതിമിദം യസ്യ വ്യവഹാരവതോപി ച അസ്തംഗതം സ്ഥിതം വ്യോമ സ ജീവൻ മുക്ത ഉച്യത്തെ. വിവിധ നാമരൂപങ്ങളോടു കൂടിയ പ്രപഞ്ചഘടകങ്ങൾ അതേവിധം തന്നെ വർത്തിക്കുന്നു. ദേഹേന്ദ്രിയങ്ങൾ കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നു. എന്നാലും ആർക്കാണോ ഇതൊക്കെ പൂർണ്ണമായും അസ്തമിച്ചതായി അനുഭവിക്കാൻ കഴിയുന്നത് അയാളാണ് ജീവൻ മുക്തൻ. ജീവൻ മുക്തന് സർവവ്യാപ്തമായ ചിദാകാശം മാത്രമേ ബാക്കിയുള്ളൂ. പ്രളയത്തിലല്ലേ പ്രപഞ്ചഘടകങ്ങളെല്ലാം അസ്തമിക്കുന്നതെന്ന് ചിലർക്ക് സംശയം തോന്നിയേക്കാം. ദേഹേന്ദ്രിയങ്ങളോട് കൂടിയ ഒരു വ്യക്തിയുടെ അനുഭവമാണ് ജഗത്ത്. പർവ്വതം, നദി, സമുദ്രം, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ കാണപ്പെടുന്ന ജഗത്ത് വ്യക്തിയുടെ അനുഭവത്തോടൊപ്പം പ്രളയകാലത്ത് പരമേശ്വരനാൽ ഉപസംഹരിക്കപ്പെടുന്നു. സത്താമൂർത്തിയായ ഭഗവാങ്കൽ അന്ന് അത് ലയിച്ചു പോകുന്നതുകൊണ്ട് അസ്തമിക്കുകയും ചെയ്യുന്നു. ജീവൻ മുക്തിയിൽ കഥ ഇതല്ല. അവിടെ ദേഹേന്ദ്രിയാദി വ്യവഹാരം നഷ്ടപ്പെടുന്നതേയില്ല. ഗിരി, നദീ, സൂര്യ, ചന്ദ്രാദികൾ പരമേശ്വരനാൽ ഉപസംഹൃതമാകുന്നുമില്ല. അവ പണ്ടേ പോലെ തന്നെ മറ്റുള്ള പ്രാണിവർഗത്തിനെല്ലാം ഉള്ളതായി അനുഭവ വിഷയമാകുന്നുമുണ്ട്. ജീവൻ മുക്തനെ സംബന്ധിച്ചിടത്തോളം അവയെ കാട്ടിക്കൊടുക്കുന്ന ബുദ്ധിവ്യാപാരം നിലച്ചു പോകുന്നതുകൊണ്ട് ഗാഢനിദ്രയിലെന്ന പോലെ അവയെല്ലാം മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന ചിദാകാശം മാത്രമേ ജീവൻ മുക്തി പദത്തിൽ ബാക്കി നിൽക്കുന്നുള്ളൂ. ബദ്ധനായ ലൗകികനും ബാഹ്യ വിഷയങ്ങളെ കാട്ടിക്കൊടുക്കുന്ന ബുദ്ധിവ്യാപാരം ഗാഢനിദ്രയിൽ ഇല്ലാതാകുന്നുണ്ട്. ബദ്ധനായ ലൗകികനും ബാഹ്യവിഷയങ്ങളെ കാട്ടിക്കൊടുക്കുന്ന ബുദ്ധിവ്യാപാരം ഗാഢനിദ്രയിൽ ഇല്ലാതാകുന്നുണ്ട്. പക്ഷേ ഉണരുമ്പോൾ വീണ്ടും ഉളവാകുന്ന ബുദ്ധിവൃത്തിയുടെ ബീജം അയാളിൽ നഷ്ടമാകുന്നില്ല. ജീവൻ മുക്തനിൽ ആ ബീജം എന്നേക്കുമായി നശിക്കുന്നുവെന്നുള്ളതാണ് ഭേദം. സുഖത്തിലും ദുഃഖത്തിലും ജീവൻ മുക്തൻ്റെ മുഖകാന്തിക്ക് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. അന്നന്നു കാണുന്നതിൽ അനുരഞ്ജിക്കുന്ന ആത്മാരാമനാണ് ജീവൻ മുക്തൻ.
ഒരു ലൗകികൻ സുഖഭോഗ സാമഗ്രികൾ കാണുമ്പോൾ സന്തോഷിച്ചാർക്കുന്നു. ധനത്തിനോ മാനത്തിനോ ഹാനി സംഭവിക്കുമ്പോൾ കണ്ണുനീർ വാർത്ത് വിലപിക്കുന്നു. ജീവൻ മുക്തന്മാർ ഈ രണ്ടവസ്ഥകളിലും സമഭാവനയോടെ ആത്മാരാമനായി തന്നെ വർത്തിക്കുന്നു. ജീവൻ മുക്തൻ ഭൗതിക സിദ്ധികൾക്കായി സ്വയം മുൻകൈയെടുത്ത് ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രാരബ്ധ കർമ്മത്തിൻ്റെ പ്രവാഹഗതിയിൽ വന്നുചേരുന്ന സുഖദുഃഖങ്ങൾ ഭാവവൈഷമ്യം കൂടാതെ അനുഭവിക്കുന്നു. അങ്ങനെ അന്നന്നു കിട്ടുന്ന ഭിക്ഷാ അന്നാദിയെ സമാശ്രയിച്ച് ദേഹസ്ഥിതി പുലർത്തുന്നു. സമാധിദാർഢ്യം നിമിത്തം സ്രക്ചന്ദനാദി സുഖസാമഗ്രികളിൽ അദ്ദേഹത്തിന് താൽപ്പര്യമേ ഉണ്ടാകുന്നില്ല. ചിലപ്പോൾ സമാധി വിട്ടുള്ള വ്യവഹാരദശയിൽ സുഖഭോഗ സാമഗ്രികളെല്ലാം അതേപടി അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് വിഷയമായെന്നു വരാം. എങ്കിലും ഉറപ്പുറ്റ വിവേകം കൊണ്ട് കൊള്ളാനും തള്ളാനും ഒന്നുമില്ലാത്തതിനാൽ ലൗകികങ്ങളായ സന്തോഷസന്താപങ്ങളുടെ അഭാവം തികച്ചും സംഗതമാണ്. ജീവൻ മുക്തൻ ഉണർന്നിരിക്കുമ്പോഴും ഉറക്കം അനുഭവിക്കുന്നയാളാണ്. ഇന്ദ്രിയങ്ങൾ അതതു സ്ഥാനങ്ങളിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഉണർന്നിരിക്കുകയാണെന്ന് പറയാം. എന്നാൽ ഇന്ദ്രിയ പ്രവർത്തനങ്ങൾക്കനുസരണമായ മനോപ്രവൃത്തി തീരെ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഉറങ്ങുകയാണെന്നും പറയാം. വാസ്തവത്തിൽ ജീവൻ മുക്തന് ലൗകികമായ ഉണർവ് ഇല്ല തന്നെ. ഇന്ദ്രിയങ്ങളിൽ കൂടി വസ്തുഗ്രഹണം നടക്കുമ്പോഴാണല്ലോ ലൗകികമായ ജാഗ്രത്. സർവം ബ്രഹ്മസ്വരൂപമായി അനുഭവിക്കുന്ന ജീവൻ മുക്തന് ലൗകിക വസ്തുഗ്രഹണമേ ഉണ്ടാകുന്നില്ല. ജീവൻ മുക്തൻ്റെ ബോധാനുഭവം തികച്ചും വാസനാരഹിതമാണ്. ബ്രഹ്മാനുഭവത്തിൽ തന്നെ ആരംഭഘട്ടത്തിൽ ഈ വാസന കൂടെ കൂടെ അനുഭവത്തെ മലിനമാക്കിയെന്നു വരാം. ഞാൻ ബ്രഹ്മജ്ഞാനിയാണ് എന്ന അനുഭവം തന്നെ വാസനാരൂപം കൈക്കൊള്ളാം. ഭോഗവാസനകൾ ചിലപ്പോൾ നൈമിഷികങ്ങളായ കാമങ്ങളെ ഉളവാക്കിയെന്നും വരാം. ഇത്തരം ബുദ്ധിദോഷങ്ങളാണ് വാസന. ബുദ്ധിവൃത്തി തന്നെ തീരെ നഷ്ടമായിരിക്കുന്ന ജീവൻ മുക്തൻ്റെ ആത്മാനുഭൂതിയെ വാസന സ്പർശിക്കുന്നതേയില്ല. രാഗദ്വേഷഭയാദീനാം അനുരൂപം ചരന്നപി യോ വ്യോമവദത്യച്ഛഃ സ ജീവൻ മുക്ത ഉച്യത്തെ. രാഗം, ദ്വേഷം, ഭയം മുതലായ മനോവൃത്തികൾക്കനുരൂപമായി ചിലപ്പോൾ ഒരു ജീവൻ മുക്തൻ ചരിക്കുന്നതുപോലെ തോന്നിയേക്കാം. പ്രിയം കാണിച്ചുകൊണ്ട് ആഹാരാദി കാര്യങ്ങളിൽ ഏർപ്പെട്ടുവെന്നു വരാം. വിദ്വേഷപൂർവം ബൗദ്ധകാപാലികാദി അദ്വൈതികന്മാരിൽ അപ്രിയം കാണിച്ചുവെന്നു വരാം. ഭയമെന്ന പോലെ സർപ്പം, കടുവ തുടങ്ങിയ വന്യജീവികളിൽ നിന്നും ഒഴിഞ്ഞുമാറിയെന്നു വരാം. മറ്റു ചില യോഗികളുമായി മാത്സര്യപൂർവം ചില കാര്യങ്ങളിൽ പെരുമാറിയെന്നും വരാം. വ്യവഹാരദശയിൽ പൂർവപരിചയം കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ കാണപ്പെട്ടാൽ പോലും ജീവൻ മുക്തൻ്റെ ചിത്തം നിത്യവിശ്രാന്തി പദത്തിലെത്തിച്ചേർന്നതാകയാൽ കാലുഷ്യം ലേശവുമില്ലാത്തതുകൊണ്ട് അതെപ്പോഴും അതിനിർമ്മലം തന്നെ. ആകാശത്തിൽ പുകയും പൊടിയും മേഘവുമൊക്കെ പരന്നു വ്യാപിച്ചാലും അവയൊന്നും അതിൽ പറ്റിപ്പിടിക്കുന്നില്ലല്ലോ. ആകാശം എപ്പോഴും അത്യന്ത നിർമ്മലമായി തന്നെ വർത്തിക്കുന്നു. അതുപോലെയാണ് ആത്മജ്യോതിസിൽ അലിഞ്ഞു ചേർന്ന ജീവൻ മുക്തൻ്റെ ചിത്തം. ആർക്കാണോ അഹങ്കാരമില്ലാത്തത്, ആരുടെ ബുദ്ധിയാണോ വിഷയങ്ങളിൽ പറ്റിപ്പിടിച്ചു പോകാത്തത്, അദ്ദേഹം പ്രപഞ്ചത്തിൽ വ്യാപരിച്ചാലും ഇല്ലെങ്കിലും ജീവൻ മുക്തനായി ഭവിക്കുന്നു. ബദ്ധപുരുഷൻ ശാസ്ത്രീയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ
ഞാൻ അനുഷ്ഠിക്കുന്നു എന്നിങ്ങനെ ആത്മാവ് അഹങ്കാരരൂപം കൈക്കൊള്ളുന്നു. ഞാൻ ഭാവിയിൽ സ്വർഗത്തെത്തി സുഖിക്കും എന്നിത്തരമുള്ള ഹർഷചിന്തകൾ കൊണ്ട് ബുദ്ധി കലുഷമായി തീരുകയും ചെയ്യും. ചെയ്യാതിരുന്നാൽ ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന അഹങ്കാരം, സ്വർഗം ലഭിക്കയില്ലല്ലോ എന്ന ദുഃഖം, ഇങ്ങനെ നിഷിദ്ധ കർമ്മമായാലും ലൗകിക കർമ്മമായാലും അവയെല്ലാം ബദ്ധപുരുഷനിൽ അഹങ്കാരവും ബുദ്ധിലേപവും ഉളവാക്കിക്കൊണ്ടേയിരിക്കുന്നു. ജീവൻ മുക്തൻ അഹങ്കാരം വഴി കർമ്മവുമായി ഒരിക്കലും താദാത്മ്യപ്പെടുന്നില്ല. ഹർഷശോകാദി ബുദ്ധിലേപങ്ങളും അതുകൊണ്ട് അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ജീവൻ മുക്തനിൽ നിന്നും ലോകത്തിന് ഒരിക്കലും ഭയാശങ്കകൾ ഉളവാകുന്നില്ല. മറ്റുള്ളവരെ അധിക്ഷേപിക്കുക, അപമാനിക്കുക തുടങ്ങിയ കൃത്യങ്ങളൊന്നും ഒരു ജീവൻ മുക്തൻ ഒരിക്കലും അനുവർത്തിക്കുകയില്ല. ലോകത്തിൽ നിന്നുള്ള ഭയാശങ്കകളൊന്നും ജീവൻ മുക്തനെയും ബാധിക്കുന്നില്ല. അധിക്ഷേപാദികളൊന്നും അങ്ങോട്ടില്ലാത്തതുകൊണ്ട് ലോകം ഇങ്ങോട്ട് ജീവൻ മുക്തനെയും ശല്യപ്പെടുത്തുന്നില്ല. അധിക്ഷേപാദികളൊന്നും അങ്ങോട്ടില്ലാത്തതുകൊണ്ട് ലോകം ഇങ്ങോട്ട് ജീവൻ മുക്തനെയും ശല്യപ്പെടുത്തുന്നില്ല. ഇനി ഏതെങ്കിലും ദുഷ്ടൻ അകാരണമായി അദ്ദേഹത്തെ ക്ലേശിപ്പിച്ചാൽ തന്നെ ചിത്തത്തിൽ സുഖ ദുഃഖാദി വികൽപ്പങ്ങൾക്ക് അദ്ദേഹം സ്ഥാനം നൽകുന്നേയില്ല. ശാന്തസംസാരകലനഃ കലാവാനപി നിഷ്കലഃ യസ്സചിത്തോപി നിശ്ചിത്തഃ സ ജീവൻ മുക്ത ഉച്യത്തെ. ലഘുയോഗവാസിഷ്ടം 3:1-69. ശത്രു മിത്ര മാന അപമാനാദി വികൽപ്പങ്ങളാണ് സംസാര കാരണങ്ങൾ. ശത്രു മിത്ര മാന അപമാനാദി വികൽപ്പങ്ങളാണ് സംസാര കാരണങ്ങൾ. ജീവൻ മുക്തനിൽ ഇവ സമ്പൂർണമായി ശമിക്കുന്നു. ജീവൻ മുക്തൻ സംഗീത സാഹിത്യാദി കലകളിൽ ചിലപ്പോൾ വ്യാപരിച്ചുവെന്നു വരാം. എന്നാൽ അപ്പോഴും അവയിൽ ലേശം പോലും അഭിമാനം കൊള്ളാതിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം നിഷ്കലനായി തന്നെ വർത്തിക്കുന്നു. ചിത്തമുണ്ടെങ്കിലും കാമക്രോധാദി ചിത്തവൃത്തികൾ ശമിച്ചുപോയതുകൊണ്ട് ജീവൻ മുക്തൻ നിശ്ചിത്തനാണ്. ആത്മധ്യാനമല്ലാതെ മറ്റു ലൗകിക ചിന്തകളൊന്നും ആ ചിത്തത്തെ സ്പർശിക്കുന്നതേയില്ല. എല്ലാ ലോകകാര്യങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടു എന്നു വരാം. മറ്റുള്ളവർക്കു വേണ്ടി വിവാഹം, ഉത്സവം മുതലായ കാര്യങ്ങളിൽ സ്വയം ചെന്ന് പങ്കുകൊള്ളുമ്പോഴും ലാഭനഷ്ടങ്ങളോ ഹർഷവിഷാദങ്ങളോ ബുദ്ധിയെ ബാധിക്കാതിരിക്കുന്നതുപോലെ പ്രാരബ്ധജന്യങ്ങളായ സ്വകാര്യങ്ങളിലും അദ്ദേഹം ഫലപ്രാപ്തിയിൽ ഉദാസീനനായി തന്നെ വർത്തിക്കുന്നു. അതുകൊണ്ട് ജീവൻ മുക്തൻ്റെ ഹൃദയം സദാ ശീതളമായിരിക്കുന്നു. ദുഃഖമില്ലാത്തതുകൊണ്ടുള്ള ശീതളത്വം മാത്രമല്ല, പൂർണ്ണമായ ആത്മസ്വരൂപ അനുസന്ധാനം കൊണ്ടും അത് ശീതളമാണ്. ഇതൊക്കെയാണ് ജീവൻ മുക്ത ലക്ഷണം. വിദേഹമുക്തൻ്റെ ലക്ഷണം. ജീവൻ മുക്തൻ്റെ ശരീരം കാലഗതിക്ക് വശപ്പെട്ട് ജീർണിച്ച് നശിച്ചു പോകാനിടവരുമ്പോൾ അതോടെ ആത്മാവ് വിദേഹമുക്തിയെ പ്രാപിക്കുന്നു. വായു ചിലപ്പോൾ സ്പന്ദനം വിട്ട് നിശ്ചലമായി സ്ഥിതി ചെയ്യാറില്ലേ? അതുപോലെ ആത്മാവ് വിദേഹമുക്തിയിൽ ശരീരോപാധിയെ ആശ്രയിച്ചുണ്ടായ സംസാരബന്ധം വെടിഞ്ഞ് സ്വസ്വരൂപം നേടി വിരാജിക്കുന്നു. വിദേഹമുക്തോ നോദേതി നാസ്തമേതി ന ശാമ്യതി ന സന്നാസന ദൂരസ്ഥോ ന ചാഹം ന ച നേതരഃ. ലഘുയോഗവാസിഷ്ടം 3:1-99. വിദേഹമുക്തൻ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, ഇല്ലാതായി തീരുന്നുമില്ല. അവിടെ ആത്മാവ് സത്തല്ല, അസത്തല്ല, ദൂരസ്ഥനുമല്ല. ആ സത്യസ്വരൂപസ്ഥിതിയെ ഞാനെന്നോ അന്യനെന്നോ വേർതിരിക്കാനും വയ്യ. വിദേഹമുക്തൻ
ഹർഷവിഷാദങ്ങളെ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. വിദേഹമുക്തിയിൽ സൂക്ഷ്മദേഹം പൂർണ്ണമായി മറഞ്ഞു പോയിരിക്കുകയാണല്ലോ. സത്തയല്ലെന്നു പറഞ്ഞാൽ മായോപാധിജന്യമായ ഈശ്വരത്വമോ ജീവത്വമോ വിദേഹമുക്തനില്ലെന്നർത്ഥം. അസത്തല്ല എന്നതിന് ജഡഭൂത ഭൗതിക വർഗങ്ങളിലൊന്നും വിദേഹമുക്തൻ പെടുന്നില്ല എന്നാണ് ഭാവം. ദൂരസ്ഥനല്ലെന്നുള്ളതുകൊണ്ട് മായയ്ക്കപ്പുറം കടന്നു നിൽക്കുന്നവനല്ലെന്നാണ് ധരിക്കേണ്ടത്. ന ച എന്ന നിഷേധം കൊണ്ട് സമീപത്തിൽ സ്ഥൂല വിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നവനായും ന ച എന്ന നിഷേധം കൊണ്ട് സമീപത്തിൽ സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കുന്നവനായും വിദേഹമുക്തനെ കരുതിക്കൂടെന്ന് സൂചിപ്പിക്കുന്നു. ഞാനല്ല എന്നു പറഞ്ഞാൽ ജഗദാശ്രയമായ സമഷ്ടിഭാവം വിദേഹമുക്തനില്ലെന്നാണ് അർത്ഥം. നേതരഹ എന്നതുകൊണ്ട് വ്യഷ്ടിഭാവവും അവിടെ നിഷേധിച്ചിരിക്കുന്നു. തതഹ തതസ്തിമിതഗംഭീരം ന തേജോ ന തമസ്തതം അനാഖ്യമനഭിവ്യക്തം തത് കിഞ്ചിദവശിഷ്യത്തെ. യോഗവാസിഷ്ടം 3:1-100. അവിടെ നിശ്ചലവും ഗംഭീരവുമായ ഒരു വസ്തുസത്ത അവശേഷിക്കുന്നു. സർവത്ര ഇടതിങ്ങി നിറയുന്ന അതിനെ തേജസ്സെന്നോ തമസ്സെന്നോ വ്യവഹരിക്കുക വയ്യ. അത് വർണ്ണനാതീതമാണ്. അതിനെ അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് അറിയാൻ സാധ്യവുമല്ല. ഇതാണ് വിദേഹമുക്തി സ്വരൂപം. ജീവൻ മുക്തിയിലും ഈ അനുഭവം തുല്യമാണ്. എങ്കിലും നിർവികൽപ്പ ഭാവത്തിന് ശക്തി കൂടുന്തോറും ജീവൻ മുക്തി അധികാധികം ഉത്തമമായി തീരുന്നതാണ്. ഗീതയിലെ സ്ഥിതപ്രജ്ഞ വർണ്ണനം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.